ഇപ്പോൾ പരിപാടി തുടങ്ങാൻ ഇനി അല്പസമയമേ ഉള്ളൂ. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്നുള്ളതാണ് രജിസ്ട്രാർ അടക്കം ആവശ്യപ്പെട്ടത്, SFI ആവശ്യപ്പെട്ടത്. എന്താണ് നിങ്ങൾക്ക് പറയാം? അല്ല, SFIക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടാമല്ലോ. ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥയെ 50ാമത്തെ വാർഷികത്തെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം സംബന്ധിച്ച് ഭാരത് മാതാവിൻ്റെ ചിത്രം മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എന്താണെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ആ പരിപാടി നടക്കും. ഇവിടെ ഏതെങ്കിലും SFIക്കാരന് പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർ സ്ഥലത്തൊന്ന് പ്രതിഷേധിക്കല്ലാതെ ഈ പരിപാടി തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഒരു SFIക്കാരൻ്റെ ഒരു പ്രതിഷേധവും അനുവദിക്കില്ല. അത് അനുവദിക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എത്തിക്കഴിഞ്ഞു. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. ഈ പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ചെയ്യും. സംഘാടകർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിയമാനുസൃതമല്ല, ഈ ചിത്രം വെച്ചതടക്കം നിയമാനുസൃതമല്ല എന്നുള്ളതാണ് SFIയുടെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത്. അല്ല, ചിത്രം വയ്ക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ചാൽ അത് തീരുമാനിക്കേണ്ടത് SFI അല്ലല്ലോ. അത് തീരുമാനിക്കുന്നത് SFI അല്ല. ചിത്രം നിയമാനുസൃതമാണോ ഇല്ല എന്നുള്ള കാര്യം തീരുമാനിക്കാൻ SFI ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വാദവും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അവകാശവാദം അത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ അടക്കം മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ ഇവിടെ എത്തി പറയുന്നത്. നമ്മൾ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ വേദിയിലുണ്ട്, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളടക്കമുണ്ട്, കൗൺസിലർമാരുണ്ട്, ഒപ്പം തന്നെ മുതിർന്ന BJP പ്രവർത്തകരുണ്ട്, കൗൺസിലർമാരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് ഇത്രയധികം ഒരു കോലാഹലങ്ങൾ, ഇത്രയധികം സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഗവർണറെ ഇങ്ങോട്ടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലടക്കം തങ്ങൾ വിലക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പം തന്നെ ഈ ചിത്രങ്ങളടക്കം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കേരള സർവകലാശാല ആസ്ഥാനം ഇപ്പോൾ കടന്നു പോവുകയാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വേദിയിൽ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ചിത്രം മാറ്റണമെന്നുള്ള അടിയന്തരമായ ആവശ്യത്തിൽ രജിസ്ട്രാർ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സംഘാടകർ സൂചിപ്പിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സുരേഷ്, പറഞ്ഞതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെയും ആ ഒരു വേദിയിലേക്ക് വന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഗവർണറും എത്തിച്ചേരും. ഈ ഒരു സമയത്താണ്, ഈ ഒരു സാഹചര്യത്തിലാണ് രജിസ്ട്രാർ ഇത്തരത്തിലുള്ള ഒരു പിടിവാശി വെച്ച് പുലർത്തുന്നത്. പോലീസ് അതിന് സംരക്ഷണം നൽകുന്നത് അല്ലേ? തീർച്ചയായും സുരേഷ്, കാരണം ശക്തമായൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും നിലനിൽക്കുകയാണ്. BJPയുടെ കൗൺസിലർമാർ, മുതിർന്ന ജില്ലാ ചുമതലയുള്ള നേതാക്കന്മാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ജീവേട്ട, ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കാൻ SFI നിൽക്കുകയാണ്. ചിത്രം മാറ്റണമെന്നുള്ള ആവശ്യമാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ. എങ്ങനെയാണ്? രജിസ്ട്രാറിൻ്റെ മുകളിലല്ലേ ഗവർണർ? രജിസ്ട്രാറിന് ഗവർണറുടെ മുകളിലല്ലല്ലോ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഇത് ചാൻസലറുടെ കീഴിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി, അല്ലാതെ SFIയുടെ കീഴിൽ വരുന്ന സ്ഥാപനമല്ല. അതൊരു മിഥ്യാധാരണയാണ്. ഇത് പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നതാണ്. പക്ഷേ അതല്ല, തെറ്റായിപ്പോയി. കേരളം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരതാംബയെ അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമ്മൾ പറയും പോലെ നമ്മൾ ഈ കാണുന്ന BJPയോ RSS അതിന് ഉപരിയായിട്ട് കേരളത്തിൽ ഭാരതാംബയെ വീടുകളിൽ പൂജിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. അത് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഒറ്റപ്പെടൽ തുടങ്ങിയിരിക്കുകയാണ് CPMൻ്റെ. ഇതൊക്കെ ഒറ്റപ്പെടലിൻ്റെ അവസാന നാളുകളാണ്. 30 വർഷം ബംഗാളിൽ വേണ്ടി വന്നെങ്കിൽ 10 വർഷം കൊണ്ട് കേരളത്തിൽ തീരാൻ പോവുകയാണ്. അതിൻ്റെ ഈ അവസാന നെളിപ്പാണ് ഈ കാണിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാരതാംബയോട് മാത്രം എന്താണ് ഇവർക്ക് ഇത്രയധികം പ്രതിഷേധം, അല്ലെങ്കിൽ ഇത്രയധികം ഒരു എതിർ? ഭാരതാംബ ദേശീയതയുടെ സങ്കല്പമാണ്. അതിനെ അവർക്ക് എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് അവർ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു ദേശസ്നേഹിക്കും ഭാരതാംബ ഇഷ്ടപ്പെടാത്തൊരു സങ്കല്പമല്ല. ദേശദ്രോഹികൾക്ക് സ്വാഭാവികമായിട്ട് ഭാരതാംബയുടെ അയിത്തം കാണും.